നമസ്കാരം. ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം. സ്തനാർബുദ അവബോധ മാസാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സൗജന്യ സ്തനാർബുദ പരിശോധന സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 1 മുതൽ 31 വരെ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെയാണ് പരിശോധനാ ക്ലിനിക്കിന്റെ പ്രവർത്തനം. 30 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള വനിതകൾക്ക് ക്ലിനിക്കിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. കൂടുതൽ വിവരങ്ങൾക്കും പരിശോധന ബുക്ക് ചെയ്യുന്നതിനും 0471 25 22 29 9 എന്ന നമ്പറിൽ പകൽ 10 മണിക്കും 4 മണിക്കുമിടയിൽ ബന്ധപ്പെടാം. ലോക ടൂറിസം ദിനത്തിൽ കേരള ടൂറിസത്തിന് ദേശീയ പുരസ്കാരം. രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരമാണ് കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളായ കുമരകത്തിനും കടലുണ്ടിക്കും ലഭിച്ചിരിക്കുന്നത്. കേരള സർക്കാർ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പദ്ധതി നടപ്പാക്കിയ ഗ്രാമങ്ങളാണ് കടലുണ്ടിയും കുമരകവും. കടലുണ്ടിക്ക് ബെസ്റ്റ് റെസ്പോൺസിബിൾ ടൂറിസം വില്ലേജ് അവാർഡും കുമരകത്തിന് ബെസ്റ്റ് അഗ്രി ടൂറിസം വില്ലേജ് പുരസ്കാരവുമാണ് ലഭിച്ചത്. ദേശീയ തലത്തിൽ കേരള ടൂറിസത്തിന് ഈ വർഷം ലഭിക്കുന്ന രണ്ടാമത്തെ പ്രധാന അംഗീകാരമാണിത്. റെക്കോർഡ് കീഴടക്കി വില പുതിയ ഉയരങ്ങളിലെത്തിയതോടെ ഇന്ത്യക്കാരുടെ കൈവശമുള്ള സ്വർണത്തിന്റെ മൂല്യം 180 ലക്ഷം കോടി രൂപ കവിഞ്ഞു. ഇന്ത്യൻ കുടുംബങ്ങൾ, അതിസമ്പന്നർ, ക്ഷേത്രങ്ങൾ എന്നിവയുടെ കൈവശം മൊത്തം 25,000 ടൺ സ്വർണശേഖരമുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അരുണാചൽ പ്രദേശിലെ ഒരു കൊടുമുടിക്ക് 6ാമത്തെ ദലൈലാമയുടെ പേര് നൽകിയ ഒരു കൂട്ടം ഇന്ത്യൻ പർവ്വതാരോഹകരുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ചൈന കുറ്റപ്പെടുത്തി. ഒരു മാധ്യമ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അരുണാചൽ പ്രദേശിന് മേലുള്ള രാജ്യത്തിന്റെ ദീർഘകാല അവകാശവാദം ആവർത്തിച്ചു. സ്കൂളിന് പ്രശസ്തിയും വിജയങ്ങളും ഉണ്ടാകുന്നതിന് 2ാം ക്ലാസ് വിദ്യാർത്ഥിയെ ബലി കൊടുത്ത് സ്കൂൾ ഡയറക്ടറും സംഘവും. ഉത്തർപ്രദേശിലെ ഹത്രാസിലെ DL പബ്ലിക് സ്കൂളിലാണ് സംഭവം. സ്കൂൾ ഡയറക്ടർ അടക്കമുള്ളവരാണ് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സ്കൂൾ വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയത്. 5 പേരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സിറ്റി ഗ്യാസ് പദ്ധതിയിലൂടെ 3500 വീടുകളിൽ പ്രകൃതിവാതകം വിതരണം ചെയ്തു തുടങ്ങി. 18,000 വീടുകളിൽ വിതരണത്തിനുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞതോടെ ഇനി വൈകാതെ തന്നെ അവിടങ്ങളിലും ഗ്യാസ് എത്തും. ഉണ്ണിക്കുളം, പനങ്ങാട്, ബാലുശ്ശേരി, നന്മണ്ട, നരിക്കുനി, കിഴക്കോത്ത്, കാക്കൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് പാചകവാതക വിതരണം തുടങ്ങിയതും പ്രവൃത്തി പുരോഗമിക്കുന്നതും. അതിന്റെ ഭാഗമായി 462 കിലോമീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. ഇതിലൂടെയാണ് 3500 വീടുകളിൽ ഗ്യാസ് എത്തിയത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് മരിച്ച ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുന്റെ കുടുംബത്തിന് സഹായധനം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. 5 ലക്ഷം രൂപ കുടുംബത്തിന് കർണാടക സർക്കാർ ആശ്വാസധനമായി നൽകുമെന്നാണ് പ്രഖ്യാപനം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ. സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് സെയ്ഫ് അലി ഖാൻ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ സംസാരിക്കവേ പറഞ്ഞു. വിമർശനങ്ങളെയും ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനാദരവിനെയും മാറ്റിയെടുക്കാൻ മികച്ച പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞുവെന്ന് സെയ്ഫ് അലി ഖാൻ ചൂണ്ടിക്കാട്ടി. പൂഴിത്തോട് പടിഞ്ഞാറത്തറ വയനാട് ബദൽ റോഡിന്റെ സാധ്യതാ പഠനത്തിന് വനത്തിലൂടെയുള്ള ഭാഗത്ത് സർവേ നടത്താൻ വനം വകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിപ്പ്. പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഇതിനുള്ള അപേക്ഷ വനം വകുപ്പ് അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിച്ചാൽ അടുത്ത മാസം ആദ്യം പഠനം നടത്താനാകുമെന്ന് പൊതുമരാമത്ത് അധികൃതർ വ്യക്തമാക്കി. കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമാവാനുള്ള കേരളത്തിന്റെ ശ്രമത്തിൽ ജില്ല മുന്നിൽ. വളയം, പെരുമണ്ണ പഞ്ചായത്തുകൾ ജില്ലയിലെ ആദ്യമായി ഡിജിറ്റൽ കേരളം പദ്ധതിയിലൂടെ 100% ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു. വളയം പഞ്ചായത്തിലെ 2519 പഠിതാക്കളെയും പെരുമണ്ണയിൽ 2543 പഠിതാക്കളെയും സർവേയിലൂടെ കണ്ടെത്തുകയും അവർക്ക് അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരതയിൽ പരിശീലനം നൽകുകയും ചെയ്തു.
നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ചെടിച്ചട്ടികൾ മോഷണം പോകുന്നതും നശിപ്പിക്കുന്നതും പതിവാകുന്നു. വടകര പഴയ സ്റ്റാൻഡ് മുതൽ പുതിയ സ്റ്റാൻഡ് വരെ 500ഓളം ചെടിച്ചട്ടികളാണ് നഗരസഭ സ്ഥാപിച്ചത്. 2 വർഷം മുമ്പ് സിമന്റ് നിർമ്മിത ചെടിച്ചട്ടികളാണ് റോഡരികിലെ കൈവരികളിൽ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുന്നത് പതിവായതോടെ പ്ലാസ്റ്റിക് നിർമ്മിത ചട്ടികളിൽ ചെടികൾ മാറ്റി നട്ടുപിടിപ്പിക്കുകയുണ്ടായിരുന്നു. ഇത്തരത്തിൽ മാറ്റി സ്ഥാപിച്ചവയാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. ഏടോടി റോഡിനോട് ചേർന്ന് ചെടികളാണ് കൊണ്ടുപോയത്. ചെടികൾ മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.